ഹേ ഗേൾസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഒരു വലിയച്ഛൻ്റെ ഫാമിലിയായിട്ട് കാപ്പാട് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ. ഓടി വന്നതായതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ട്രിപ്പിൽ ഞങ്ങളുടെ കൂടെ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ലേ. ചേച്ചിയും ചേച്ചിയുടെ മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചേച്ചിയുടെ അനിയനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഏട്ടനും ചേച്ചിയും വല്യമ്മയും വല്യച്ഛനും പിന്നെ ഞങ്ങളും മാത്രമാണ് ഇവിടെ കാപ്പാടേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു വൈകുന്നേരം ഒരു 3-3:30 ആയ സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വെയിലൊന്ന് താന്നിട്ട് പോകാനോ എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ റോക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടല്ലോ, അപ്പം അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങെന്താ വേണം ഒപ്പിലിട്ട്? നോക്കണ്ടേ ഞങ്ങൾ കറി വെക്കണേ. അപ്പൊ നമുക്കിനി ഒട്ടും സമയം കളയണ്ട, നേരെ ബീച്ചിലേക്ക് പോവാം. ഞണ്ടിന്റെ കട്ടി ഉറപ്പാ.
ഒഴിച്ചിട്ടവാ തന്നെ. കൊട്ടാരത്തിന് മുന്നോട്ട് നീക്കിക്കൊണ്ട് വെയില് കുറയാൻ കച്ചവടം ഞാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേ. ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പൊ തെര ഇടിച്ച് കൊല്ലുകയാണ്. അങ്ങനെയല്ല
അപ്പോൾ ഞങ്ങൾ കാക്കനെ നെക്സ്റ്റ് ഡേ ഹോസ്റ്റലിലേക്ക് പോകാനുള്ളായിരുന്നു കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം തന്നെ അവിടെ നിന്ന് പോരേണ്ടി വന്നു കേട്ടോ. അപ്പം സൺസെറ്റ് വരെ ഒന്നും നിന്നുണ്ടായിരുന്നില്ല. എടുത്തില്ലേ? നമ്മൾ ആദ്യം ഇറങ്ങാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഞങ്ങൾ നോക്കിയപ്പം കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പം ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ ടൈം ആയപ്പോഴത്തേക്കും എല്ലാവരും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു പ്ലേസിനെക്കാട്ടും നമുക്ക് കുറച്ചും കൂടിയും ഒരു രസമായിട്ടുള്ളത് ഈ ഒരു റോക്കൊക്കെ ഉള്ള പോർഷനാണ്. പിന്നെ മറ്റൊരു സ്ഥലത്തും ഇതുപോലെ തന്നെ കുറച്ചും കൂടി റോക്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയതാണ്. ഇവരുടെ കൂടെ വന്നപ്പം ഇവിടെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കുനിയക്കടവ് പാലം. അപ്പോൾ ഞങ്ങൾ ഇതിലൂടെ ആയിരുന്നു കേട്ടോ. അച്ഛൻ്റെ കൂടെ ഞങ്ങൾ അച്ഛനും ഞാനും അനിയത്തി അതുപോലെ അമ്മയും കൂടി ഞങ്ങൾ 4 പേരും ചെറുതായ സമയത്ത്, ഞങ്ങൾ 2 പേരും ഭയങ്കര ചെറുതായ സമയത്ത് ഞങ്ങൾ അമ്മേൻ്റെ വീട് ഞാൻ പറഞ്ഞില്ല കൊയിലാണ്ടി ആയിരുന്നു. അപ്പം അവിടേക്ക് ഞങ്ങൾ പോകലുണ്ടായിരുന്നത് ഈ ഒരു വഴി കൂടിയാണ് കേട്ടോ. ഈ ഒരു പാലമൊക്കെ കടന്നിട്ടാണ് പോകാറുണ്ടായിരുന്നത്. അപ്പം എൻ്റെ അനിയത്തിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവൾ ഭയങ്കര ചെറുതായിരുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകുമ്പം ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇവള് മുന്നിൽ നിന്ന് ബാക്കോട്ടേക്ക് വന്നിരിക്കും, അമ്മേൻ്റെ അടുത്ത് വന്നിരിക്കും. അപ്പോൾ ഞാൻ നടുവിൽ നിന്നിട്ട് വേഗം അച്ഛൻ്റെ ഫ്രണ്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ അവൾക്ക് പേടിയാവുമായിരുന്നു. അപ്പോൾ അവൾ ബാക്കോട്ട് പോയിരിക്കും. അങ്ങനെ ഒരു മെമ്മറി ഉണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ബ്രിഡ്ജ് എത്തുന്ന സമയത്ത്. അപ്പം അതൊരു രസമാണ്. എന്താ പറയുക, ജസ്റ്റ് അടിക്കും ഈ ഒരു പാലത്തുമ്മ കൂടെ വരുന്ന സമയത്ത്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ചീക്കിലോടെ എത്താനായ സമയത്ത് ഏട്ടൻ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാർ എടുത്തിട്ടുണ്ടായിരുന്നത് വെല്ലിച്ചനാണ്. ഞങ്ങൾ 3 പേരും ലൈസൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ കാർ ഇപ്പോഴും ഓടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയുക, തീരെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ 3 പേരും. അതുകൊണ്ട് വെല്ലിച്ചൻ തന്നെയാണ് കേട്ടോ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ മെല്ലെ മെല്ലെ ഇരുടായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ട്. വീഡിയോക്ക് ലൈറ്റ് കുറച്ച് കുറവായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഈവനിങ് ആയിരുന്നു അവരുടെ. അപ്പോൾ ഞങ്ങൾ ചില്ല് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.